DC1 വൾഹബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ദെൻ 7-zip വെച്ചിട്ട് അത് എക്സ്ട്രാക്ട് ചെയ്യാം. എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ഫയൽ ഉണ്ടാവും. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക, നേരെ അത് നമ്മുടെ വിർച്വൽ ബോക്സിൽ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ടാവും. ഫിനിഷ് എന്ന് കൊടുക്കുക. അപ്പം അത് നമ്മളുടെ വിർച്വൽ ബോക്സിലേക്ക് ആ ഫയൽ ഇമ്പോർട്ട് ആവും. ആ ഒരു മെഷീൻ ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു OBA ഫയൽ നമ്മളുടെ കമ്പ്യൂട്ടറിലേക്ക് ഇമ്പോർട്ട് ആവും. ദെൻ ഇമ്പോർട്ട് കംപ്ലീറ്റ് ചെയ്തു. DC1 എന്തായിരിക്കണം? നമുക്ക് ഈ ഒരു മെഷീനെയാണ് ഇനി പെൻ ടെസ്റ്റിംഗ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യേണ്ടത് ഈ ഒരു മെഷീനെയാണ്. സോ ഈ മെഷീനെ എന്ത് ചെയ്യണം? നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കിലേക്ക് നമ്മൾ കണക്ട് ചെയ്യണം. അതിനെന്ത് ചെയ്യാം? സെറ്റിങ്സ് എടുക്കുക. ദെൻ നെറ്റ്വർക്ക്, ഒന്നില്ലെങ്കിൽ നമുക്കത് ബ്രിഡ്ജ് അഡാപ്റ്റർ യൂസ് ചെയ്യാം. ബ്രിഡ്ജ് അഡാപ്റ്ററിൽ നമ്മൾ ഏത് വൈഫൈയിലാണോ കണക്ട് ആയിരിക്കുന്നത് അതേ വൈഫൈ യൂസ് ചെയ്യാം. ബ്രിഡ്ജ് അഡാപ്റ്റർ യൂസ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സെയിം നാറ്റ് നെറ്റ്വർക്ക് നമ്മുടെ ഡിവൈസും കാലി ഡിവൈസും, കാരണം നമ്മൾ ഈ ഒരു മെഷീൻ നമ്മൾ ഇനി പെൻ ടെസ്റ്റ് ചെയ്യുന്നത് കാലി മെഷീൻ വെച്ചിട്ടാണ്. സോ കാലി മെഷീൻ കണക്ട് ആയിരിക്കുന്ന അതേ ഒരു അഡാപ്റ്ററിലേക്ക് ഇതിനെയും കണക്ട് ചെയ്ത് വെക്കുക. നാറ്റ് നെറ്റ്വർക്ക് അല്ലെങ്കിൽ ബ്രിഡ്ജ് അഡാപ്റ്റർ വൈഫൈ. ഓക്കെ, കാരണം സെയിം നെറ്റ്വർക്കിലേക്ക് കണക്ട് ആയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പെൻ ടെസ്റ്റിംഗ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ്. ഓക്കെ, ദെൻ മെഷീൻ സ്റ്റാർട്ട് ചെയ്യാം. കാലിയിലും ഇതേ നെറ്റ്വർക്ക് നമ്മൾ എന്ത് ചെയ്യണം? കോൺഫിഗർ ചെയ്തിരിക്കണം. ഓക്കെ, നെറ്റ്വർക്ക് അഡാപ്റ്റർ നാറ്റ് മാറ്റിയിട്ട് നാറ്റ് നെറ്റ്വർക്ക്, നാറ്റ് നെറ്റ്വർക്ക് സെലക്ട് ചെയ്തിരിക്കണം. ഓക്കെ, കാലിയിലും അതേപോലെ DC-യിലും ആ നെറ്റ്വർക്ക് ഉണ്ടായിരിക്കണം, നാറ്റ് നെറ്റ്വർക്ക്. രണ്ടും സെയിം നെറ്റ്വർക്ക് ആക്കി കൊടുത്തു. അതെന്തിനാണ്? സെയിം നെറ്റ്വർക്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പെട്ടെന്ന് പെൻ ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, IP പെട്ടെന്ന് കിട്ടുള്ളൂ. ഓക്കെ, DC അവിടെ സ്റ്റാർട്ട് ആവുന്നുണ്ട്. DC മെഷീൻ സ്റ്റാർട്ടായി. ആരും ഇതിന്റെ പാസ്വേഡ് ചോദിക്കരുത്, കാരണം ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പ്ലോയിറ്റ് ചെയ്ത് ഇതിന്റെ അകത്ത് കയറണം. മെഷീൻ ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമുക്ക് അതിന്റെ ലോഗിൻ പാസ്വേഡ് ഒന്നും നമുക്കറിയില്ല. നമുക്ക് എന്ത് ചെയ്യണം? ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്യണം. ഇതാണ് നമ്മളുടെ ടാർഗറ്റ്. DC1 ആണ് നമ്മളുടെ ടാർഗറ്റ്. ഓക്കെ, ഈ മെഷീനെ പറ്റി നമുക്കിപ്പോൾ ഒന്നും അറിയില്ല. ഈ മെഷീനെ നമ്മൾ ഇനി എന്ത് ചെയ്യണം? കംപ്ലീറ്റ്ലി ബ്ലൈൻഡ് ആയിട്ട്, ഈ മെഷീനെ പറ്റി നമുക്കൊന്നും അറിയില്ല. ഒരു മെഷീൻ ഉണ്ടെന്ന് മാത്രം മനസ്സിലായി. ഇനി ഇതിന്റെ IP നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് തുടങ്ങണം. ഓക്കെ, ഞാൻ ഇനി എന്ത് ചെയ്തു? എൻ്റെ കാലി ഓപ്പൺ ആക്കി. കാലി വെച്ചിട്ടാണ് ഞാൻ ചെയ്യേണ്ടത്. ആ മെഷീനിൽ ഇനി ഒന്നും നമുക്ക് ചെയ്യാനില്ല, അതവിടെ ഓൺ ആക്കി വെച്ചാൽ മതി. ഞാൻ കാലി ഓപ്പൺ ആക്കി. ആദ്യം ചെയ്യേണ്ട പണി എന്താണ്? ടെർമിനൽ ഓപ്പൺ ആക്കാൻ. നമ്മളുടെ മെഷീൻ ഇന്റർനെറ്റ് ഒക്കെ കണക്ടിവിറ്റി ഉണ്ടോ എന്ന് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മുടെ ഇന്റർനെറ്റ് ആക്ടിവിറ്റി വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം. നെറ്റ്വർക്ക് ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം. ഓക്കെ, ദെൻ IF കോൺഫിഗ്, ഞാൻ ഏതൊക്കെ നെറ്റ്വർക്കിൽ കണക്ട് ആയിട്ടുണ്ട് എന്ന് നമുക്ക് ഒരു ധാരണ വേണം. നമ്മളിപ്പോൾ ഏതൊക്കെ ഇന്റർഫേസുകൾ കണക്ട് ആയിട്ടുണ്ട്. ഓക്കെ, എതർനെറ്റ് 1, എതർനെറ്റ് 2, എതർനെറ്റ് 3 എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അതിൽ IP അഡ്രസ്സ് കാണുന്നതാണ് നമ്മൾ കണക്റ്റഡ് ആയിട്ടുള്ളത്. ദെൻ ഞാനൊരു നാറ്റ് നെറ്റ്വർക്കും കൊടുത്തായിരുന്നു. അപ്പൊ നാറ്റ് നെറ്റ്വർക്കിൻ്റെതും കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു IP കാണിക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ IP യെ പറ്റി എനിക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് എൻ്റെ കാലിയുടെ IP. ഇനി എനിക്ക് എന്ത് ചെയ്യണം? ടാർഗറ്റിന്റെ IP-കൾ കണ്ടുപിടിക്കണം. അപ്പൊ ടാർഗറ്റ് IP-കൾ ഞാൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം? നെറ്റ്വർക്ക് സ്കാൻ ചെയ്യണം. നെറ്റ്വർക്ക് എനിക്ക് എന്ത് ചെയ്യാം? Nmap വെച്ചിട്ട് സ്കാൻ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. Nmap -SN എന്നും പറഞ്ഞിട്ട് നമ്മൾ 192 Nmap -SN 192.168.1.0/24. ഓക്കെ, Nmap പിങ് സ്കാൻ. ഇതുവഴി നമുക്ക് നമ്മുടെ നെറ്റ്വർക്കിൽ ഏതൊക്കെ ഡിവൈസുകൾ ഉണ്ട് എന്നുള്ള കാര്യം കണ്ടുപിടിക്കാം. ഇനി അതൊന്നുമല്ല, നമുക്ക് ആരെയും യൂസ് ചെയ്യാം. സുഡോ ARP scan -L, ഇതും എനിക്ക് യൂസ് ചെയ്യാം.
ഓക്കെ, ഇത് രണ്ട് വഴിയും എനിക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഇവിടെ ആർപ് സ്കാൻ ഞാൻ കൊടുത്തപ്പോൾ അവർ ഡീഫോൾട്ട് ആയിട്ട് യൂസ് ചെയ്തത് എൻ്റെ നാറ്റ് നെറ്റ്വർക്കിനെയാണ് അവർ യൂസ് ചെയ്തത്. ഓക്കെ, ഞാൻ -SN കൊടുത്ത സമയത്ത് അവിടെ അവർ യൂസ് ചെയ്തത് എൻ്റെ ബ്രിഡ്ജ് റാപ്റ്റർ വഴിയായിട്ടുള്ള നെറ്റ്വർക്കാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് തീരുമാനിക്കാം ഞാനിവിടെ കൊടുത്തത് ഏത് നെറ്റ്വർക്ക് വഴിയാണ് ചെക്ക് ചെയ്യുന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാം. അപ്പൊ എന്തായാലും ഇവിടെ നമുക്ക് റിസൾട്ട് വന്നിട്ടുണ്ട്. ഓരോ ഡിവൈസിന്റെ IP അഡ്രസ്സ് വന്നിട്ടുണ്ട്, MAC അഡ്രസ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഏതെങ്കിലും ഒന്ന് MAC അഡ്രസ്സ് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. വിർച്വൽ ബോക്സ് പ്രകാരം നമ്മൾ കോൺഫിഗർ ചെയ്തത് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ ആ ഒരു DC1 എന്ന് പറയുന്ന മെഷീന് വിർച്വൽ ബോക്സ് പ്രകാരമാണ്, വിർച്വൽ ബോക്സിലാണ് നമ്മൾ ആ ഒരു മെഷീൻ കോൺഫിഗർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു IP അവര് ഗസ് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. 192.168.1.28. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, അത് കോപ്പി ചെയ്യുന്നു, എന്നിട്ട് അതിലേക്ക് ഞാൻ nmap സ്കാൻ നടത്തുന്നു. ഓക്കെ, nmap സ്കാനോ അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, റസ്റ്റ് സ്കാനോ നടത്തുന്നു. റസ്റ്റ് സ്കാൻ, nmap സ്കാന് അല്ലെങ്കിൽ റസ്റ്റ് സ്കാന് നടത്തി നോക്കുന്നു. ദേ എനിക്ക് പെട്ടെന്ന് അവിടുത്തെ ഔട്ട്പുട്ടുകൾ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ ടാർഗറ്റ്. കാരണം ടാർഗറ്റ് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നത്, നമ്മൾ അതിന്റെ MAC അഡ്രസ്സ് നോക്കിയിട്ട് MAC അഡ്രസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 08 പ്രകാരമാണ്. വിർച്വൽ ബോക്സിന്റെ ഒക്കെ MAC അഡ്രസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 08 പ്രകാരമാണ്. അല്ലെങ്കിൽ നമുക്ക് അവർ തന്നെ കാണിച്ചെന്ന് ഇതാണ് നമ്മളുടെ ടാർഗറ്റ് എന്നുള്ളത്. നമുക്കറിയാം നമ്മളുടെ ടാർഗറ്റ് വിർച്വൽ ബോക്സിലാണ് കോൺഫിഗർ ചെയ്തിരിക്കുന്നത്. സോ നമ്മളുടെ ടാർഗറ്റ് നമുക്ക് കിട്ടി. ഇതാണ് നമ്മളുടെ ടാർഗറ്റ്. ടാർഗറ്റിന്റെ പോർട്ടുകൾ ഏതൊക്കെയാണ്? SSH പോർട്ട് ഓപ്പൺ ആണ്, 80 പോർട്ട് ഓപ്പൺ ആണ്, ഈ പറയുന്ന പോലെ 11 പോർട്ട് ഒക്കെ ഓപ്പൺ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, nmap സ്ക്രിപ്റ്റ് vuln വൾണറബിലിറ്റി അനാലിസിസിന്റെ സ്ക്രിപ്റ്റും കൂടി nmapും കൂടി നമ്മൾ ചെയ്യുന്നു. ശരി പറഞ്ഞ വൾണറബിലിറ്റി അനാലിസിസും കൂടി നമ്മൾ ചെയ്യുന്നു. ഓക്കെ, ദെൻ നമുക്കിവിടെ പോർട്ട് 80 പോർട്ട് ഓപ്പൺ ആണെന്ന് അറിഞ്ഞിരുന്നു. നമുക്കറിയാം 80 പോർട്ട് ഓപ്പൺ ആണെങ്കിൽ എന്താണ്, വെബ്സൈറ്റ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ബ്രൗസർ ഓപ്പൺ ആക്കി ആ ഒരു IP ഇവിടെ കൊടുക്കുന്നു. ബ്രൗസർ ഓപ്പൺ ആക്കിയതിന് ശേഷം ആ ഒരു IP ഇവിടെ കൊടുക്കുന്നു. എനിക്കിവിടെ എന്ത് കാണാൻ പറ്റുന്നുണ്ട്, ഒരു വെബ്സൈറ്റ് കാണാൻ പറ്റുന്നുണ്ട്. ഈ വെബ്സൈറ്റ് ആണ് നമുക്ക് പെൻടെസ്റ്റ് ചെയ്യാനുള്ളത്. പബ്ലിക്കേഷൻ പെൻടെസ്റ്റിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഒരു വെബ്സൈറ്റ് ആണ് നമുക്കിവിടെ പെൻടെസ്റ്റിംഗ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ നമ്മളൊരു വെബ്സൈറ്റ് കണ്ടു. ആലോചിക്കുക, നമ്മൾക്ക് എന്താണ്, മെഷീൻ ഹാക്കിംഗ് നമുക്ക് ചെയ്യണം. ഈ പറയുന്ന മെഷീനെ നമുക്ക് ഹാക്ക് ചെയ്യണം. പക്ഷെ അതിന്റെ മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ആരെയാണ് ഹാക്ക് ചെയ്യേണ്ടത്, ഈ ഒരു വെബ്സൈറ്റ് ഹാക്ക് ചെയ്യണം. ഓക്കെ, കാരണം മെഷീൻ ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ വൾണറബിലിറ്റി ചെക്ക് ചെയ്ത് നോക്കും. നമ്മളിപ്പോൾ ഇവിടെ വൾണറബിലിറ്റി അനാലിസിസിന് കൊടുത്തിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് വരട്ടെ, നമുക്ക് എവിടേക്കാണ് വൾണറബിലിറ്റി ഉള്ളതെന്നുള്ളത് മനസ്സിലാക്കാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കുക എന്താണ്, ഇതിന്റെ വൾണറബിലിറ്റി നമുക്ക് നോക്കാൻ പറ്റുന്ന എവിടെയാണ്, SSHൽ വൾണറബിലിറ്റീസ് ഉണ്ടോ നമുക്ക് നോക്കണം. 80 പോർട്ടിൽ വെബ് ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും വൾണറബിലിറ്റീസ് ഉണ്ടോ നോക്കണം. ദെൻ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു RPC ഉണ്ട്, റിമോട്ട് പ്രൊസീജിയർ കോൾ എന്ന് പറഞ്ഞ സിസ്റ്റത്തിന് നമുക്ക് ബാക്ക് ഡോർ വഴി ആക്സസ് ചെയ്യാൻ പറ്റും. റിമോട്ട്ലി ഈ ഡിവൈസിന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിന്റെ പോർട്ടും ഓപ്പൺ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓപ്പൺ ആണ്. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ ഓരോ വൾണറബിലിറ്റീസും നമ്മൾ കണ്ടുപിടിക്കണം. ദെൻ ആ വൾണറബിലിറ്റീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എക്സ്പ്ലോയിറ്റേഷൻ നടത്തണം. ഇതാണ് നമ്മളുടെ ടാസ്ക്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതിന് നമുക്ക് സ്ക്രിപ്റ്റ് സ്കാൻ റിസൾട്ട് വരണം, എങ്കിലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എവിടേക്കാണ് വൾണറബിലിറ്റീസ് ഉള്ളത് എന്നുള്ളത്. ഓക്കെ, അത് വരട്ടെ. നമുക്ക് എന്ത് ചെയ്യാം, ഇനി വെബ്സൈറ്റ് 80 പോർട്ട് ഓപ്പൺ ആണല്ലോ. അപ്പൊ ഞാനിവിടെ വെബ്സൈറ്റ് ഓപ്പൺ ആക്കി, അവർക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ദെൻ ഞാൻ അന്ന് പറഞ്ഞായിരുന്നു, നമുക്ക് വാപ്ലൈസർ എന്നുള്ള ടൂൾ യൂസ് ചെയ്തിട്ട് ഇവിടെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. എന്തൊക്കെയുണ്ട് ഈ ഒരു വെബ്സൈറ്റിൽ, എന്തൊക്കെ ടെക്നോളജി ഉണ്ട് എന്നുള്ളത് വാപ്ലൈസർ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു ടൂൾ പഠിച്ചിട്ടുണ്ട്, വാഡ് വെബ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോക്കാൻ പറ്റും. വാഡ് വെബ് യൂസ് ചെയ്തിട്ടും നമുക്ക് ആ ഒരു മെഷീനിൽ അല്ലെങ്കിൽ ആ ഒരു ഡിവൈസിൽ എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, റിസൾട്ട് വരട്ടെ. അപ്പൊ ഇവിടെ എന്തുണ്ട്, നമുക്ക് ഇവിടെ റിസൾട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇവിടെ CMS ഡ്രൂബലാണ്. ഡ്രൂബൽ എന്ന് പറയുന്ന CMS ആണ് അവർ. ഡ്രൂബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടെ ഒരു CMS ആണ്. CMS എന്ന് പറഞ്ഞാൽ കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം. ഓക്കെ, കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം
ഇന്ന് എല്ലാവരും വെബ്സൈറ്റുകൾ ഹോസ്റ്റ് ചെയ്യുന്നത് ആരും സെൽഫ് കോഡ് ചെയ്തിട്ടല്ല, ആരും സ്വന്തമായിട്ട് കോഡ് എഴുതിയിട്ടല്ല ഇന്ന് എന്ത് യൂസ് ചെയ്യുന്നത്, ഈ വെബ്സൈറ്റുകളൊക്കെ യൂസ് ചെയ്യുന്നത്. വെബ്സൈറ്റുകൾ നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടും വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫ്രെയിംവർക്കാണ് കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ഒരു കമ്പനിയിൽ വെബ്സൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഡെവലപ്പറിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഈ കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫോട്ടോഷോപ്പ് ചെയ്യുന്ന പോലെ വെബ്സൈറ്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറേയൊക്കെ ടെക്നിക്കൽ സ്കിൽ വേണം, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫോട്ടോഷോപ്പിൽ നമ്മൾ എങ്ങനെയാണോ പേജ് എന്താ പിക്ചർ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ടൂളുകളൊക്കെ ട്രാക്ക് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലോ, അതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റങ്ങൾ നമുക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യും. നമ്മളൊരു കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം, അതിന് എക്സാമ്പിൾ ആണ് ഡ്രൂബൽ ഉണ്ട്, വേർഡ് പ്രസ് ഉണ്ട്, ജൂംല ഉണ്ട്, അങ്ങനെ ഒരുപാട് കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റങ്ങൾ ഉണ്ട്. മിക്കവാറും വെബ്സൈറ്റുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഈ കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റങ്ങൾ യൂസ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, കാരണം ഈ കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് വെബ് പേജ് ഉണ്ടാക്കാൻ വളരെ സിമ്പിൾ ആണ്. നമുക്ക് കോഡ് അറിയേണ്ട ആവശ്യമില്ല. നമ്മളുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് അവിടെ ക്ലിക്ക് ചെയ്ത് ഒരു പേജ് വേണം, നമുക്കൊരു പുതിയ പേജ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ആ പേജിൽ ഇന്നെ കണ്ടന്റ് വേണം, നമുക്ക് കോഡ് എഴുതി ചെയ്യാം. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന പോലെ ഡ്രാഗ് ചെയ്തിട്ടൊക്കെ നമുക്കൊരു വെബ് പേജ് സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവിടെ ഓൾറെഡി റെഡിമെയ്ഡ് തീമുകൾ ഉണ്ടാവും. ഒരു വെബ് പേജ് എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ള തീമൊക്കെ അവിടെ ഉണ്ടാകും. നമ്മൾ ആ തീമിലുള്ള ഡാറ്റ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്താൽ മതി. നമ്മളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കും, നമ്മളുടെ രീതിയിലേക്ക് ആ വെബ്സൈറ്റിലെ കണ്ടന്റ് മാറ്റിയാൽ മതി, ബാക്കിയൊക്കെ ചിലപ്പോൾ റെഡിമെയ്ഡ് ആയിട്ട് അവിടെ കിട്ടും. ഓക്കെ, അപ്പൊ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസുകളാണ് കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അത് മാത്രമല്ല, വെബ്സൈറ്റ് ഉണ്ടാക്കുക മാത്രമല്ലല്ലോ, അത് മെയിൻറ്റെയിൻ ചെയ്യണം. മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസം അതിലുള്ള കണ്ടന്റുകൾ മാസം നല്ല കമ്പനിക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ അതിൽ പിക്ചറുകൾ മാറ്റേണ്ടി വരും, അതിൽ ഡാറ്റകൾ മാറ്റേണ്ടി വരും, അതിൽ പുതിയ ലിങ്കുകളൊക്കെ ചിലപ്പോൾ വെക്കേണ്ടി വരും, പുതിയ പേജുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വെബ് പേജിനെ മാനേജ് ചെയ്യണം. അത് മാനേജ് ചെയ്യാനും ഈ പറയുന്ന പോലെ കോഡ് അറിയേണ്ട ആവശ്യമില്ല, ഈ കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം യൂസ് ചെയ്താൽ മതി. ഈ പറയുന്ന വേർഡ് പ്രസ്സോ ജൂംലയോ ഡ്രൂബലോ ഏതെങ്കിലും ഒരു കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന പോലെ വെബ് പേജുകളെ മാനേജ് ചെയ്യാനും പറ്റും, ഡെവലപ്പ് ചെയ്യാനും പറ്റും. അപ്പൊ ഇവര് ഈ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഡ്രൂബൽ എന്ന് പറയുന്ന കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ് എന്നുള്ള കാര്യം നമുക്ക് ഇവിടുന്ന് ഇപ്പൊ മനസ്സിലായി. ഓക്കെ, അവർ ഈ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ബിൽഡ് ചെയ്തിരിക്കുന്നത് ഡ്രൂബൽ എന്ന് പറയുന്ന സിസ്റ്റം, കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി അവർ ഡ്രൂബൽ എന്നുള്ള കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം യൂസ് ചെയ്തിട്ടുണ്ട്. PHP വെർഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. എന്തായാലും ഡ്രൂബൽ ഉണ്ടല്ലോ, ഇനി നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ MSF കൺസോൾ ഓൺ ആക്കാം. ഓക്കെ, MSF കൺസോൾ വാർഡ് വെബ് വഴിയും ഈ ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. വാർഡ് വെബ് വഴി നമ്മൾ നോക്കിയ സമയത്തും അവർ ഡ്രൂബൽ ആണ് അവർ യൂസ് ചെയ്യുന്നത് എന്നുള്ള ഒരു ബേസിക് ഇൻഫർമേഷൻ ഒക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം, നമ്മളുടെ MSF കൺസോൾ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എന്ത് കൊടുക്കുന്നു, MSF കൺസോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓട്ടോമാറ്റിക് എക്സ്പ്ലോയിറ്റേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഫ്രെയിംവർക്ക് ആണ് MSF കൺസോൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ അത് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, MSF കൺസോൾ ഓപ്പൺ ആക്കാം. MSF കൺസോൾ ഓപ്പൺ ആയി. ഇനി എന്ത് ചെയ്യാം, സെർച്ച് ഡ്രൂബൽ. നമ്മൾ ഡ്രൂബലിന് എന്തെങ്കിലും വൾണറബിലിറ്റീസ് ഉണ്ടോ നമുക്ക് നോക്കണം. ഡ്രൂബൽ, ഓക്കെ, സെർച്ച് ഡ്രൂബൽ. ഈ ഒരുപാട് മൊഡ്യൂൾസുകൾ നമ്മൾ കാണുന്നുണ്ട്. അതിൽ എക്സ്പ്ലോയിറ്റ് മൊഡ്യൂളുകൾ ഉണ്ട്, ഓക്കെ, ഓക്സിലറി മൊഡ്യൂളുകൾ ഉണ്ട്. മെയിൻ ആയിട്ട് എക്സ്പ്ലോയിറ്റും ഓക്സിലറി നമുക്കറിയാലോ. ഓക്സിലറി മൊഡ്യൂൾ എന്തിനാണ്, ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മൊഡ്യൂളാണ് ഓക്സിലറി മൊഡ്യൂൾസുകൾ. ഓക്കെ, ദെൻ എക്സ്പ്ലോയിറ്റ് മൊഡ്യൂൾ എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് എക്സ്പ്ലോയിറ്റേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മൊഡ്യൂൾസാണ് എക്സ്പ്ലോയിറ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പൊ അവർ കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി, അത് ഡ്രൂബൽ ആണെന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡ്രൂബലിൽ ഇനി എന്തെങ്കിലും വൾണറബിലിറ്റീസ് ഉണ്ടോ എന്ന് നോക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, മെറ്റാസ്പ്ലോയിറ്റബിൾ ഫ്രെയിംവർക്ക് യൂസ് ചെയ്തിട്ട് ഡ്രൂബൽ എന്നുള്ള പേരിൽ എന്തെങ്കിലും മൊഡ്യൂൾസുകൾ ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. അങ്ങനെ നമ്മൾ സെർച്ച് ചെയ്ത സമയത്ത് നമുക്കിവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ട്. ഇനി ഇതിൽ ഏതാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇതിൽ ഏത് നമ്മൾ യൂസ് ചെയ്യണം, നമ്മൾ റിയൽ ടൈമിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതെല്ലാം ചെക്ക് ചെയ്ത് നോക്കും. ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നമുക്ക് വർക്ക് ആവുന്നുണ്ടോ നമ്മൾ എല്ലാം ചെക്ക് ചെയ്ത് നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ടാർഗറ്റ് ഇതിൽ ഏതുമായിട്ടാണ് കൂടുതൽ മാച്ച് ആവുന്നത് എന്ന് നോക്കാം. ഓക്കെ, നമ്മൾ നേരത്തെ ഒരു സ്ക്രിപ്റ്റ് സ്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഔട്ട്പുട്ട് വന്നിട്ടില്ല. സ്ക്രിപ്റ്റ് സ്കാൻ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡ്രൂബലിന്റെ വേർഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏകദേശം ഗസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ധാരണ ഉണ്ടാക്കാൻ പറ്റും ഏതാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, നമുക്കിവിടെ എന്ത് ചെയ്യാം, ഇവിടെ കാണിക്കുന്നുണ്ട് 0 അല്ലെങ്കിൽ 1, ഇതിലേതും നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൽ 1
ഈ പറയുന്ന എക്സലന്റ് ആയിട്ട് കുറച്ചുകൂടി ലേറ്റസ്റ്റ് ആയിട്ട് 2016 അല്ല 2018 ലേറ്റസ്റ്റ് ആയിട്ട് ഒന്നുകൂടെ കാണിക്കുന്നുണ്ട്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഫസ്റ്റ് വൺ ഇത് ഞാൻ യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അതെങ്ങനെ യൂസ് ചെയ്യേണ്ടത്? മെറ്റാസ്പ്ലോയിറ്റിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഒന്നില്ലെങ്കിൽ ആ നമ്പർ കറസ്പോണ്ടിങ് നമ്പർ കൊടുത്താൽ മതി. ഇതിന് നേരെ ഒരു നമ്പർ ഉണ്ടായിരുന്നല്ലോ, ആ നമ്പർ കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ മൊഡ്യൂൾ മൊത്തം ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യും. ഇത് ഇങ്ങനെ ജസ്റ്റ് കോപ്പി ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു. ജസ്റ്റ് ഇത് മാത്രം എടുത്താൽ മതി, മൊത്തം കോപ്പി പേസ്റ്റ് ചെയ്യേണ്ട, ഈ ഒരു ഭാഗം മാത്രം എടുത്താൽ മതി. ഓക്കെ, ഇത്ര മാത്രം എടുത്താൽ മതി. ഞാൻ എന്ത് ചെയ്യുന്നു, അതിവിടെ കോപ്പി പേസ്റ്റ് ചെയ്തു. സോ ഞാൻ എന്ത് ചെയ്തു, ആ ഒരു മൊഡ്യൂൾ സെലക്ട് ചെയ്തു. ഇനി നമ്മൾ അന്ന് പഠിച്ചിട്ടുണ്ട്, നമ്മൾ ഒരു മൊഡ്യൂൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ താനെ അത് വർക്കാവില്ല. നമ്മൾ എന്ത് ചെയ്യണം, അതിന് വേണ്ട മിനിമം ഇൻഫർമേഷൻ അങ്ങോട്ട് കൊടുക്കണം. അതെങ്ങനെ കൊടുക്കുന്നത്? ഓപ്ഷൻസ് എന്ന് നോക്കാം, ഓപ്ഷൻസ്. അപ്പൊ അവിടെ നമുക്ക് കാണാൻ പറ്റും എന്തൊക്കെ വാല്യൂസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ളൊരു കാര്യം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിന് വേണ്ട മിനിമം ഇൻഫർമേഷൻസ് കൊടുക്കണം. ഒന്ന് ടാർഗറ്റ് ആരാന്ന് പറഞ്ഞു കൊടുക്കണം. ടാർഗറ്റ് ആരാണ്? സെറ്റ് ആർ ഹോസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടാർഗറ്റ് IP കൊടുക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ ടാർഗറ്റ് IP 192.168.1.28. ഓക്കെ, എന്ത് ചെയ്യാം, സെറ്റ് ആർ ഹോസ്റ്റ് 192.168.1.28 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടാർഗറ്റ് കൊടുത്തു. ഓക്കെ, ഇനി വേറെ എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ്? നമ്മൾ ടാർഗറ്റിനെ കൊടുത്തു. വേറെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ റിക്വയർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എസ് മാത്രം. എസ് വന്നത് എവിടെയാണ്? ആർ ഹോസ്റ്റിലാണ്. ബാക്കിയൊക്കെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാം, റൺ എന്ന് കൊടുക്കാം. ഓക്കെ, മെഷീൻ എന്ത് ചെയ്തോളും, അത് എക്സ്പ്ലോയിറ്റ് ചെയ്ത് നമുക്ക് കൊണ്ടുവന്ന് തന്നോളും. ബാക്കിയൊക്കെ ആര് ചെയ്തോളും? ഈ ഓട്ടോമാറ്റിക് എക്സ്പ്ലോയിറ്റേഷൻ ഫ്രെയിംവർക്ക് ചെയ്തു തന്നോളും. നമ്മളുടെ IP എൽ ഹോസ്റ്റ് നമുക്കൊന്ന് മാറ്റി കൊടുക്കണം. നമ്മളുടെ ഡിവൈസിന്റെ IP ആക്കി മാറ്റി കൊടുക്കണം. ജസ്റ്റ് സെറ്റ് എൽ പോർട്ട്, നമ്മുടെ ഡിവൈസിന്റെ IP എന്തായിരുന്നു? അതാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്, IF. കാരണം ആ മെഷീൻ കണക്ട് ആയിരിക്കുന്നത് നാറ്റ് നെറ്റ്വർക്ക് വഴി പ്രകാരമല്ല, നമ്മളുടെ ഗേറ്റ് വേ എന്താ നോർമൽ ബ്രിഡ്ജ് അഡാപ്റ്റർ വഴി തന്നെയാണ്. സോ നമ്മൾ ബ്രിഡ്ജ് അഡാപ്റ്ററിലുള്ള ഏതെങ്കിലും ഒരു IP ആണ് കൊടുക്കേണ്ടത്. 192.168.1.4 വിർച്വൽ ബോക്സ് വഴി നോക്കുക. രണ്ടാമത്തെ അഡാപ്റ്റർ കണക്ട് ആയിരിക്കുന്നത് വയർലെസ് അല്ല എന്നുള്ളത്. വൈഫൈ പ്രകാരമാണ് കണക്ട് ആയിരിക്കുന്നത്. സോ 1.4 ആയിരിക്കും. സോ സെറ്റ് എൽ പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ 1.4 സെറ്റ് ചെയ്യുന്നു. എൽ പോർട്ട്, സോറി, എൽ ഹോസ്റ്റ് മാറിപ്പോയതാണ്. ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. എൽ ഹോസ്റ്റ് 192.168.1.4 ടാർഗറ്റ്, ദെൻ സെയിം നെറ്റ്വർക്കിലേക്ക് വന്നു. സെയിം നെറ്റ്വർക്ക് ആക്കണമായിരുന്നു. ദെൻ വീണ്ടും ഞാൻ റൺ എന്ന് കൊടുത്തു. സ്റ്റേജസ് അങ്ങോട്ട് അയക്കുന്നുണ്ട്, മലീഷ്യസ് കോഡുകൾ അങ്ങോട്ട് അയച്ചു. എക്സ്പ്ലോയിറ്റേഷൻ നടത്തി നമുക്കൊരു സെഷൻ എടുത്ത് തന്നു. അതാണ് ഇവിടെ സെഷൻ 1 ഓപ്പണഡ് എന്ന് കാണിക്കുന്നത്. നമുക്ക് മീറ്ററിൽ ഒരു സെഷൻ എടുത്ത് തന്നു. ഓക്കെ, എന്ന് പറഞ്ഞാൽ അവരുടെ വെബ് സെർവർ നമ്മളിപ്പോൾ എന്ത് ചെയ്തു, ഹാക്ക് ചെയ്തു. അതിനുള്ള ഒരു മൊഡ്യൂൾ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു, യൂണിക്സ് വെബ് ആപ്പ് ഡ്രൂബൽ എന്ന് പറഞ്ഞിട്ടൊരു മൊഡ്യൂൾ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൂബലിൽ ഒരു വൾണറബിലിറ്റി ഉണ്ട്. ഓക്കെ, ആ ഡ്രൂബലിലെ വൾണറബിലിറ്റി നമുക്കിവിടെ സ്ക്രിപ്റ്റ് സ്കാന് റിസൾട്ട് തന്നിട്ടുണ്ട്. ഡ്രൂബലിൽ ഇവിടെ ഒരു വൾണറബിലിറ്റി ഉണ്ട്. ഓക്കെ, ആ വൾണറബിലിറ്റി നമ്മളിപ്പോൾ എന്ത് ചെയ്തു, എക്സ്പ്ലോയിറ്റ് ചെയ്തു. അതുവഴി നമുക്ക് അവിടെ ഒരു മീറ്റർ ഷെല്ല് കിട്ടി. ഓക്കെ, നമുക്ക് അവരുടെ സിസ്റ്റത്തിലേക്ക് എന്ന് പറയുമ്പോൾ ഏത് സിസ്റ്റത്തിലേക്കാണ്? അവരുടെ വെബ് സെർവറിലേക്കുള്ള ആക്സസ് കിട്ടി. അതിനർത്ഥം നമ്മൾ അവരുടെ മെഷീൻ കംപ്ലീറ്റ് ആയി എക്സ്പ്ലോയിറ്റ് ചെയ്തു എന്നല്ല. മെഷീൻ അല്ല നമ്മൾ ഹാക്ക് ചെയ്തത്, അവരുടെ വെബ് സിസ്റ്റം നമ്മളിപ്പോൾ എന്ത് ചെയ്തു, ഹാക്ക് ചെയ്തു. എന്ന് പറഞ്ഞാൽ അവരുടെ വെബ് സിസ്റ്റത്തിന്റെ കൺട്രോൾ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സ്ക്രിപ്റ്റ് സ്കാൻ, നമ്മൾ നേരത്തെ ചെയ്ത സ്ക്രിപ്റ്റ് സ്കാനും
റിസൾട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ചെയ്യുമ്പം ആദ്യം നമ്മൾ സ്ക്രിപ്റ്റ് സ്കാൻ ചെയ്തിട്ടാണ് എക്സ്പ്ലോയിറ്റേഷനിലേക്ക് ഇറങ്ങേണ്ടത്. എന്താണ് വൾണറബിലിറ്റി എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് CV നോക്കി അനലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇവിടെ അവർ ഏകദേശം അവരുടെ വെബിലുള്ള വൾണറബിലിറ്റീസുകളെ പറ്റിയൊക്കെ നമുക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, അവിടെ എന്തൊക്കെ വെബ് ആക്ഷൻസ് ഉണ്ട് എന്നതിനെ പറ്റിയൊക്കെ നമുക്കൊരു ഡീറ്റെയിൽ ഇൻഫർമേഷൻ ഉണ്ട്. അവിടെ നമുക്കൊരു CV കോഡ് കാണുന്നുണ്ട്. സോ CV കോഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആ CV കോഡിനെ പറ്റി നമ്മൾ അനലൈസ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെ ഒരു CV എന്താണ്, ആ CVനെ പറ്റി നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതിനാണ് നമ്മൾ cv.org എന്ന് പറയുന്ന വെബ്സൈറ്റ് നമ്മളത് മനസ്സിലാക്കിയത്. cv.org പോവാം. ദെൻ CV സൈറ്റിൽ വരിക. നമ്മൾ അതിനെപ്പറ്റി മനസ്സിലാക്കണം, എന്താണ് ആ വൾണറബിലിറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ, അങ്ങനെ ഒരു വൾണറബിലിറ്റീസ് ഉണ്ടോ, അങ്ങനെ ഒരു വൾണറബിലിറ്റീസ് ഉണ്ടെങ്കിൽ അതെന്താണ്, അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കേ, ശരിയാ, CV എന്ന് പറഞ്ഞിട്ട് ഒരു വൾണറബിലിറ്റി ഉണ്ട്. ആ വൾണറബിലിറ്റി എന്താണ് പറയുന്നത്? അവർ പറയുന്നുണ്ട് ആ വൾണറബിലിറ്റി അവിടെ നടക്കുന്നത് Drupal core 7 വൾണറബിലിറ്റീസ് ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് അത് എന്താണെന്ന് പറയുന്നുണ്ട്. അവിടെ അവരുടെ ഡാറ്റാ ബേസിലേക്ക് ആക്സസ് എടുക്കുന്നുണ്ട്. അതുവഴി അവിടുത്തെ ഡാറ്റകൾ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു വൾണറബിലിറ്റി ഉണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് CV വഴി മനസ്സിലായി. CV വഴി നമ്മൾ മനസ്സിലാക്കുകയാണ് ഇവിടെ ഒരു വൾണറബിലിറ്റീസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലായി. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ശരിക്കും MSF കൺസോൾ യൂസ് ചെയ്തിട്ട് ഗ്രൂപ്പിലിനെ സെർച്ച് ചെയ്തിട്ട് ആ മൊഡ്യൂൾ എക്സ്പ്ലോയിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പൊ എന്തായാലും നമ്മൾ എന്ത് ചെയ്തു? എക്സ്പ്ലോയിറ്റേഷൻ നടത്തി. ഷെല്ല് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവരുടെ ഒരു മീറ്റർ പേറ്റർ നമുക്ക് കിട്ടി. മീറ്റർ പേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവരുടെ ഇന്ററാക്റ്റീവ് ഷെല്ല് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എക്സാക്ട് നമുക്ക് ആ ഒരു ഷെല്ല് കാണണമെന്നുണ്ടെങ്കിൽ ഷെല്ല് എന്ന് ടൈപ്പ് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? അവരുടെ ഷെല്ല് നമ്മൾ നേരിട്ട് യൂസ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ LS എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള ഫയലുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇത്രയും ഫയലുകൾ അവിടെ ഉണ്ട്. PWD നമ്മളുടെ കമാൻഡുകൾ. നമ്മളിപ്പോൾ നിൽക്കുന്ന എവിടെയാണ്? /war/www എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവരുടെ വെബ് സെർവറിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളിപ്പോൾ എക്സ്പ്ലോയിറ്റ് ചെയ്ത് എവിടെയാണ്? അവരുടെ വെബ് സെർവറിനെയാണ് നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ നമ്മൾ അവരുടെ കംപ്ലീറ്റ് സിസ്റ്റത്തിന് നമ്മൾ ഹാക്ക് ചെയ്തിട്ടില്ല. അവരുടെ വെബ് സെർവറിനെയാണ് നമ്മൾ ഹാക്ക് ചെയ്തത്. അതിന്റെ തെളിവാണ് www എന്ന് പറഞ്ഞാൽ www എന്താ ഉണ്ടാവുക? അവരുടെ വെബ് സെർവർ ഡീറ്റെയിൽസ് ആണ് ഉണ്ടാവുക. അത് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ഫ്ലാഗുകളോ കാര്യങ്ങളോ വേറെ ഒന്നും കാണിക്കുന്നില്ല. നമുക്ക് നോക്കാം. യെസ്, ഇവിടെ ഒരു ഫ്ലാഗ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ക്യാറ്റ് ഫ്ലാഗ് 1.txt വർക്ക് ആവുന്നുണ്ടോ നോക്കാം. ഫ്ലാഗ് 1.txt. ഇത് തന്നെയാണ് മെസ്സേജ്. എ വെരി ഗുഡ് CMS നീഡ് കോൺഫിഗ് ഫയൽ. ഹിന്റ് തരികയാണ് നമുക്ക്. നമ്മൾ ഇനി എന്താ ചെക്ക് ചെയ്യേണ്ടതെന്നുള്ള ഹിന്റ് ആണ്. മെഷീൻ ഹാക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ ഹാക്ക് ചെയ്തത് എന്താണ്? അവരുടെ വെബ് സെർവർ ആണ് ഹാക്ക് ചെയ്തത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? മെഷീനെ ഹാക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. മെഷീൻ ഹാക്കിംഗ് അല്ല, അവരുടെ വെബ് സെർവർ എക്സ്പ്ലോയിറ്റേഷൻ നടത്തി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? എക്സ്പ്ലോയിറ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പോസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ നടത്താനുണ്ട്. അപ്പൊ പോസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ നമ്മൾ എങ്ങനെയൊക്കെ നടത്തുക? അത് നമ്മൾ എന്ത് ചെയ്യണം? എന്തെങ്കിലും ഹിഡൻ ആയിട്ടുള്ള ഫോൾഡർ, എല്ലാ ഫോൾഡറും തുറന്നു നോക്കുക, എല്ലാ ഫയലുകളും തുറന്നു നോക്കുക, എന്തെങ്കിലും സീക്രട്ട് കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ അവരുടെ വെബ് സെർവർ ഹാക്ക് ചെയ്തല്ലോ. സ്വാഭാവികമായിട്ടും വെബ് സെർവറിൽ എന്തുണ്ടാകും? ലോഗിൻ പാസ്വേഡുകൾ ഉണ്ടാവും, ലോഗിൻ ക്രെഡൻഷ്യൽസ് ഉണ്ടാവില്ലേ? വെബ്സൈറ്റിലേക്ക് കയറാനുള്ള ക്രെഡൻഷ്യൽസ് ഒക്കെ ഇവിടെ ഉണ്ടാകും. അപ്പൊ അതൊക്കെ നമ്മൾ കണ്ടുപിടിക്കുക. അതുവഴി നമ്മൾ എന്ത് ചെയ്യുന്നു? അവരുടെ സിസ്റ്റത്തിന്റെ ഓരോരോ ഭാഗങ്ങൾ ഹാക്ക് ചെയ്ത് അവസാനം മെഷീൻ ഹാക്ക് ചെയ്യും. ഓക്കെ, അതൊക്കെയാണ് പോസ്റ്റ് എക്സ്പ്ലോയിറ്റേഷനിൽ ചെയ്യേണ്ട കാര്യം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഡയറക്ടറി ട്രാവേഴ്സൽ എല്ലാ ഫോൾഡറും ഫയലൊക്കെ തുറന്നു നോക്കണം. അപ്പൊ അവിടെ നമുക്ക് എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടുന്നുണ്ടാവും. അത് അവർ തന്നെ ഒരു ക്ലൂ നമുക്ക് തന്നിട്ടുണ്ട്. ഇതൊരു മെഷീൻ ആയതുകൊണ്ട്, നമുക്ക് പെൻടെസ്റ്റിംഗ് നടത്താനുള്ള ഒരു മെഷീൻ ആയതുകൊണ്ട് അവർ തന്നെ ഒരു ക്ലൂ തന്നിട്ടുണ്ട്. ഫ്ലാഗ് 1 അവർ പറയുന്നുണ്ട് ഇതൊരു CMS ആണ്. ഇതിന്റെ കോൺഫിഗറേഷൻ ഫയൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ കിട്ടും എന്നുള്ള കാര്യം ഹിന്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യണം? മാനുവലി നമ്മൾ ശരിക്കും ചെയ്യേണ്ടത്, ഇതിൽ കുറെ ഫോൾഡറുകൾ ഉണ്ടാവും. LS-L എന്തിനാ നമ്മൾ കൊടുക്കുന്നത്? ആ D കാണുന്നതൊക്കെ ഫോൾഡർ ആണെന്ന് മനസ്സിലാവുമല്ലോ നമുക്ക്. D കാണുന്നുണ്ടെങ്കിൽ ഇവിടെ D കാണുന്നില്ല. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ ഫോൾഡറുകളാണ് എന്നൊരു ഐഡിയ നമുക്ക് കിട്ടും. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ LS-L എന്ന് കൊടുക്കുക. എന്നിട്ട് ഇതിൽ ഏതൊക്കെയാണ് ഫോൾഡറുകൾ നോക്കാം. അപ്പൊ ഈ കാണുന്ന ഫയലുകൾക്ക് പുറമെ എന്തുണ്ടാകും?
ആ ഫോൾഡറിന്റെ ഉള്ളിലും ഡാറ്റാസുകൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, CD അടിച്ചിട്ട് ഓരോ ഫോൾഡറിലും കയറി നോക്കിയിട്ട് ഓരോ ഫോൾഡറിലും ഉള്ള കണ്ടന്റ്സുകൾ നമ്മൾ എന്ത് ചെയ്യണം, ഓപ്പൺ ആക്കി നോക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടും. നമ്മൾ എന്ത് ചെയ്യാം, ഈ പറയുന്ന ഓരോന്നും നമ്മൾ റീഡ് ചെയ്ത് നോക്കണം. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായതുകൊണ്ട് ഞാൻ CD സൈൻസ് എന്ന് പറയുന്ന ഈ ഒരു ഫോൾഡറിലേക്ക് കയറുന്നു. CD സൈൻസ് എനിക്ക് ധാരണ ഉണ്ടായതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ ഫയലും തുറന്നു നോക്കണം. കോപ്പിറൈറ്റ് തുറന്നു നോക്കണം, ഇവിടെയുള്ള ഓരോന്നും തുറന്നു നോക്കുക. അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഫയൽസും തുറന്നു നോക്കിയാൽ എന്തെങ്കിലും ഹിഞ്ച് ഉണ്ടോ നോക്കുക. ഓക്കെ, ഹിഞ്ചുകൾ ആ കോഡിലൊക്കെ ഉണ്ടാകും. അപ്പൊ ആ കോഡിൽ ഹിൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഹിൻസ് അല്ലെങ്കിൽ ഡാറ്റ ഉണ്ടാകും, വേറെ ആരുടെയെങ്കിലും ഒക്കെ യൂസർ ഇൻഫർമേഷൻസ് ഒക്കെ അവിടെ ഉണ്ടാകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ ഓരോ ഫോൾഡറിലും ഫയലിലും ഒക്കെ കയറി നോക്കുക. ചിലപ്പോൾ ഈ കോൺഫിഗറേഷൻ ഫയൽസിന്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പാസ്വേഡുകളോ യൂസർ നെയിമുകളോ ഡാറ്റാസോ ഒക്കെ ഉണ്ടാവും, അതൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാം. സോ ഞാനിപ്പോൾ എന്ത് ചെയ്തു, സൈറ്റ്സിൽ പോയി, PWD, ഞാനിപ്പോൾ എവിടെയാണ്, സൈറ്റ്സ് എന്ന് പറയുന്ന ഫോൾഡറാണ്. ദെൻ അവിടെ ഞാൻ LS അടിച്ചു. സോ അവിടെ ഞാൻ LS അടിക്കുന്ന സമയത്ത് അവിടെ ഇതേപോലെ കുറെ ഫയൽസുകളുണ്ട്. ഓക്കെ, റീഡ്മി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഫയൽസുകളുണ്ട്. സോ ഞാൻ എന്ത് ചെയ്യാം, അതൊക്കെ റീഡ് ചെയ്ത് നോക്കാം. കാറ്റ് example.sites.php. ഓക്കെ, എക്സാമ്പിൾ മാത്രം ഞാൻ കാണിക്കുന്നതാണ്. എല്ലാ ഫയൽസും നമ്മൾ ഇതുപോലെ തുറന്നു നോക്കുക. ചിലപ്പോൾ അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഇൻഫർമേഷൻ ഉണ്ടാവും. നമുക്ക് വേണ്ട ലോക്കൽ ഹോസ്റ്റ് ഡോട്ട് എക്സാമ്പിൾ, മേ ബി യൂസർ നെയിമോ പാസ്വേഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻസ് എന്തെങ്കിലും ഉണ്ടോ നോക്കുക. ഓക്കെ, അപ്പാച്ചി വേർഷൻസ്, അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും. അവരുടെ ലിങ്കുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. കാരണം കോൺഫിഗറേഷൻസ് ഒക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. വെബ് സെർവർ ആണല്ലോ ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിൽക്കുന്നത്. സോ വെബ് സെർവറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പല കാര്യങ്ങളും നമുക്ക് ഇതുവഴി കാണാൻ പറ്റും. ഞാൻ ഒന്ന് ബാക്ക് സൈറ്റ്സ് നിന്ന് പുറത്തിറങ്ങി വീണ്ടും ഞാൻ LS അടിക്കുകയാണ്. നമ്മുടെ നേരത്തെ കണ്ട ഫോൾഡറുകളൊക്കെ. ദെൻ അതിൽ വേറൊരു ഫോൾഡർ ഉണ്ട്, ഡീഫാൾട്ട് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിലേക്ക് കയറാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുന്നു. സോറി, നമ്മളെ സൈറ്റ്സിലായിരുന്നു. സൈറ്റ്സിൽ ഡീഫാൾട്ട് എന്ന് പറയുന്ന ഫോൾഡർ ഉണ്ട്. CD സൈറ്റ്സിൽ ഡീഫാൾട്ട് എന്നായിരുന്നില്ല, ഡിഫോൾട്ട്സ് എന്നുണ്ടോ, ഡീഫാൾട്ട്. ഓക്കെ, ഇപ്പൊ ഞാൻ എവിടെ നിൽക്കുന്നത്, ഈ പറയുന്ന ഡീഫാൾട്ട് എന്ന് പറയുന്ന ഫോൾഡറിന്റെ ഉള്ളിലാണ്. സോ അവിടെ ഞാൻ LS അടിക്കുന്നു. അവിടെ എനിക്ക് എന്തുണ്ട്, settings.php എന്ന് പറയുന്നതുണ്ട്, ഫയൽസും ഉണ്ട്. ഇതിൽ ഏതാണ് ഫോൾഡർ ഫയൽ എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ LS മൈനസിൽ കൊടുത്താൽ പോരെ, അപ്പൊ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. ദെൻ ഫയൽസ് എന്ന് പറയുന്നത് ഒരു ഫോൾഡർ ആണ്. സെറ്റിംഗ്സ് എന്ന് പറയുന്നത് റീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫയലാണ്. ഓക്കെ, നമുക്കത് റീഡ് ചെയ്ത് നോക്കാം. settings.php ഞാനത് റീഡ് ചെയ്തു. അത് റീഡ് ചെയ്യുന്ന സമയത്ത് ആ ഫയലിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഡാറ്റാസ് ഉണ്ട്. ഓക്കെ, ആ ഫയൽ റീഡ് ആവുന്നുണ്ട്. സോ ആ ഫയൽ ഇവിടെ കാണിക്കുന്നുണ്ട്. ആ ഫയലിലുള്ള കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഉള്ള ഇൻഫർമേഷൻസ് ഓരോന്നോരോന്നായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ നോക്കാം. അതിലവിടെ എന്തുണ്ട്, അവരുടെ ഡാറ്റാബേസിന്റെ പേരുണ്ട്, ഡാറ്റാബേസിന്റെ യൂസർ നെയിമും ഡാറ്റാബേസിന്റെ പാസ്വേഡും ഉണ്ട്. ഒരു പെൻ ടെസ്റ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ കിട്ടുന്ന ഇൻഫർമേഷൻ എപ്പോഴും എന്ത് ചെയ്യണം, സേവ് ചെയ്ത് കൊണ്ടുപോകണം. കാരണം നമുക്കത് എപ്പോഴെങ്കിലുമൊക്കെ ആവശ്യം വരും. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഇൻഫർമേഷൻസ്, കിട്ടുന്ന ഇൻഫർമേഷൻ നമുക്ക് വേറെ ഏതെങ്കിലും സ്ഥലത്ത് വരും. പിന്നെ നമ്മൾ ഒരുപാട് ഫയൽ നമ്മൾ തുറന്നു നോക്കുന്നുണ്ട്, നമ്മൾ പിന്നെ മറന്നു പോകും ഏത് ഫയലിൽ നിന്നാണ് ഇപ്പോൾ ആ ഡാറ്റ കിട്ടിയെന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പം ഈ കിട്ടിയത് മാത്രമല്ല, ഈ settings.php കിട്ടിയ മാത്രമൊന്നല്ല, വേറെയും ഫയലുകൾ അവിടെ കുറെ നമ്മൾ കണ്ടതാണ്. ആ ഫോൾഡറുകളിലൊക്കെ എന്തെങ്കിലും ഇതേപോലത്തെ ഇൻഫർമേഷൻസ് ഉണ്ടാവും. എല്ലാം നമ്മൾ എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, വേറെ എന്തെങ്കിലും ഡാറ്റാസ് ഉണ്ടോ അതും നമ്മൾ എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കുക. അതൊക്കെ നമുക്ക് ആവശ്യം വരും, എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് നമുക്ക് എന്ത് വരും, ആവശ്യം വരും ഈ ഡാറ്റകളൊക്കെ. ഓക്കെ, ഞാൻ നിൽക്കുന്ന ലൊക്കേഷൻസ് ഞാൻ അപ്പോൾ അത് നോട്ട് ചെയ്ത് വെച്ചു. ഇതേപോലെ ഈ ഫോൾഡറിന് മാത്രമല്ല, ഇതേപോലെ ഇനിയിപ്പോൾ അവിടെ എന്തുണ്ട്, ഫയൽസ് എന്ന് പറയുന്ന ഫോൾഡർ ഉണ്ട്. അതിലേക്ക് കയറാൻ പറ്റുന്നുണ്ടോ നോക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ LS അടിച്ച് നോക്കുക. അപ്പം അതിനുള്ളിൽ സ്റ്റെയിൽസ് എന്ന് പറയുന്ന ഒരു ഫയലുണ്ട്. അതിനുള്ളിൽ ഇപ്പോൾ സ്റ്റെയിൽസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഓരോ ഫോൾഡറിൽ പോയിട്ടും അവിടെ നിന്നൊക്കെ കിട്ടുന്ന ഇൻഫർമേഷൻസ് എന്ത് ചെയ്യണം, നമ്മൾ കണ്ടുപിടിക്കണം.
ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും നമ്മൾ ഈ PWD കമാൻഡ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരിക്കലും നമുക്ക് ഷെല്ലുകൾ കിട്ടുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് ഇന്ററാക്റ്റീവ് ഷെൽ തന്നെ കിട്ടിക്കൊള്ളുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഏത് ലൊക്കേഷനിലാണ് എന്നറിയാൻ നമ്മൾ ഇങ്ങനെ PWD അടിച്ച് നോക്കേണ്ടി വരും. ഇപ്പൊ കണ്ടോ, ഞാൻ CD ബാക്ക് അടിച്ചെങ്കിലും എനിക്ക് ആ ഡൗട്ട് തീരണമെന്നുണ്ടെങ്കിൽ PWD അടിച്ചിട്ട് ഞാനിപ്പോ ഏത് ലൊക്കേഷനിലാണ് നിൽക്കുന്നതെന്ന് അറിയണം. ഓക്കെ, ദെൻ ഞാൻ വീണ്ടും CD ഡോട്ട് അടിച്ചു കഴിഞ്ഞാൽ ഏതാണ് ലൊക്കേഷൻ എന്ന് ഞാൻ ഇങ്ങനെ മാനുവലി ചെക്ക് ചെയ്ത് നോക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഇന്ററാക്റ്റീവ് ഷെല്ല് വേണം. അപ്പൊ നമുക്ക് ഒരു ഇന്ററാക്റ്റീവ് ഷെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കമാൻഡ് യൂസ് ചെയ്യും. അതാണ് എന്താ, പൈത്തൺ -a. നമ്മൾ ടാർഗറ്റിൽ ഏത് വേർഷൻ ആണ് അവർ യൂസ് ചെയ്യുന്നതെന്ന് അറിയണം. സോ പൈത്തൺ -വേർഷൻ എന്ന് കൊടുത്തു നോക്കാം. ഓക്കെ, അപ്പൊ അവിടെ പൈത്തൺ കാണിച്ചു തരുന്നുണ്ട്. പൈത്തൺ 2.7 ആണ് അവർ യൂസ് ചെയ്യുന്ന വേർഷൻ. സപ്പോസ് അവർ പൈത്തൺ 3 ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പൈത്തൺ 3 എന്ന് കൊടുക്കണം പിന്നെ കൊടുക്കുന്ന കമാൻഡിലൊക്കെ. ഇപ്പൊ അവിടെ എന്താണ്, പൈത്തൺ 2.7 ആണ് അവർ യൂസ് ചെയ്യുന്ന വേർഷൻ എന്ന് മനസ്സിലായി. സോ ഞാൻ കമാൻഡ് ചെയ്താണ് പൈത്തൺ then python -c single quote import pty semicolon pty dot spawn. ഓക്കെ, ബ്രാക്കറ്റില് ഡബിൾ കോട്ട്സിന്റെ ഉള്ളിൽ /bin/bash. ഓക്കെ, ഇതുവഴി ഞാൻ എന്താണ് ചോദിക്കുന്നത് മനസ്സിലായോ? ആ നേരത്തെ ഓപ്പൺ ആക്കിയ സിംഗിൾ കോഡ് ഞാൻ ഇവിടെ ക്ലോസ് ചെയ്യുന്നു. നേരത്തെ ഇവിടെ ഒരു സിംഗിൾ കോഡ് ഓപ്പൺ ആക്കിയിട്ടായിരുന്നു, ഇവിടെ ക്ലോസ് ചെയ്യുന്നു. ഇവിടെ കൊടുത്ത ഡബിൾ കോഡ്സ് ഇവിടെ ക്ലോസ് ചെയ്യുന്നു. ഞാൻ ഇന്ററാക്റ്റീവ് ഷെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കമാൻഡ് കൊടുക്കുന്നത്. ഇനി ഞാൻ ഇത്രയും നേരം നമ്മൾ കണ്ടോ, നമ്മൾ ഇന്ററാക്റ്റീവ് ഷെല്ലിലായിരുന്നോ? അല്ല, നമുക്ക് പാത്ത് ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. ഇനി ഞാൻ കൊടുക്കുമ്പോൾ എന്താവും, എനിക്കിവിടെ ഒരു ഇന്ററാക്റ്റീവ് ഷെല്ല് കണ്ടോ. ഇപ്പൊ നമുക്ക് ഇന്ററാക്റ്റീവ് ഷെല്ല് കിട്ടുന്നുണ്ട്. ഇനി ഞാൻ എൻ്റർ അടിച്ചു കഴിഞ്ഞാലൊക്കെ എനിക്ക് ഏത് ലൊക്കേഷനിലാണെന്നൊക്കെ കണ്ടുപിടിക്കാൻ ഭയങ്കര സുഖമാണ്. CD സൈറ്റ്സ്. ഓക്കെ, എനിക്കിവിടെ കാണാൻ പറ്റും. ഞാനിപ്പോൾ നിൽക്കുന്ന എവിടെയാണ്, ഇവിടെ തന്നെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തായി, നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇന്ററാക്റ്റീവ് ഷെല്ല് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ എനിക്ക് നമുക്ക് കുറച്ചുകൂടി കമാൻഡുകളൊക്കെ കൊടുക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ. അപ്പൊ അതിന് ഇന്ററാക്റ്റീവ് ഷെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കമാൻഡ് കൊടുക്കുന്നത്. പൈത്തൺ -c import pty .spawn /bin/bash എന്ന് കൊടുക്കാം, /sh എന്ന് കൊടുക്കാം. sh കൊടുത്താൽ നമുക്ക് ഇന്ററാക്റ്റീവ് ആയിരിക്കില്ല കിട്ടുക. ഇന്ററാക്റ്റീവ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് കൊടുക്കുന്നത് നല്ലതാ, /bin/bash കൊടുക്കുന്നതാണ് നല്ലത്. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ കിട്ടിയ ഇൻഫർമേഷൻ എന്തായിരുന്നു? ഇതെന്ത് ഇൻഫർമേഷൻ ആണ്? MySQL. അവർ പറയുന്നുണ്ട് ഇത് MySQL ഇൻഫർമേഷൻ ആണ് ഈ കാണുന്നതൊക്കെ. MySQL യൂസർ നെയിമും പാസ്വേഡും ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ MySQL തന്നെ എക്സ്പ്ലോർട്ട് ചെയ്തിട്ട്, MySQL എന്ന് പറഞ്ഞാൽ ഡാറ്റാബേസ് ആണ്. അപ്പൊ അവരുടെ ഡാറ്റാബേസിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള കാര്യം നോക്കാം. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, അവരുടെ ഡാറ്റാബേസിലേക്ക് ആക്സസ് ചെയ്യാനുള്ള യൂസർ നെയിമും പാസ്വേഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, അവരുടെ ഡാറ്റാബേസിലേക്ക് ആക്സസ് എടുക്കുന്നു. അവരുടെ ഡാറ്റാബേസിലേക്ക് ആക്സസ് ഇവിടെ കിട്ടി. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡാറ്റാബേസിലേക്ക് ലോഗിൻ ചെയ്യാൻ നോക്കും. അപ്പൊ ഡാറ്റാബേസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, SQL എന്നുള്ള കമാൻഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡാറ്റാബേസിലേക്ക് കമാൻഡാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ കമാൻഡ് യൂസ് ചെയ്തിട്ട് SQL അല്ല MySQL -u എന്ന് പറഞ്ഞിട്ട് യൂസർ നെയിം എഴുതി കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് MySQL -u എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഡാറ്റാബേസിന്റെ പേര് യൂസർ നെയിം എന്തായിരുന്നു, യൂസർ നെയിം DB യൂസർ. ഓക്കെ, DB യൂസർ നെയിം കൊടുത്തു. ദെൻ -p എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പാസ്വേഡ് കൊടുക്കാം. പാസ്വേഡ് -p എന്ന് പറഞ്ഞ് എൻ്റർ അടിച്ചിട്ട് കൊടുത്താലും മതി, അല്ലെങ്കിൽ ഇവിടെ തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ എൻ്റർ അടിച്ചാൽ മതി. സ്ക്രീനിൽ നമ്മൾ എൻ്റർ അടിക്കുമ്പോൾ നമ്മളോട് ഇങ്ങോട്ട് പാസ്വേഡ് ചോദിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പാസ്വേഡ് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പൊ നമ്മൾ എവിടെ എത്തി, അവരുടെ MySQL സർവർ നമ്മൾ ആക്സസ് ചെയ്തു, അവരുടെ MySQLിലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ അവരുടെ ഡാറ്റാബേസിന്റെ ആക്സസ് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ഡാറ്റാബേസിനോട് നമ്മൾ ഇന്ററാക്ട് ചെയ്യണം. ഇത് ഡാറ്റാബേസ് ഇന്ററാക്ഷൻ കമാൻഡ്സ് ആട്ടോ ഇനി നമ്മൾ കൊടുക്കുന്നതൊക്കെ. ഇപ്പൊ നമ്മൾ എവിടെ നിൽക്കുന്നത്, നമ്മൾ ആദ്യം എവിടെയായിരുന്നു, നമ്മുടെ കമ്പ്യൂട്ടറിന് MSF കൺസോൾ പ്രകാരം മീറ്റർ ഫീറ്ററിലെത്തി. മീറ്റർ ഫീറ്ററിന് ഷെല്ല് കൊടുത്തിട്ട് നമ്മളിപ്പോ എത്തി, അവരുടെ ഷെല്ലിലേക്ക് എത്തി. ഷെല്ലിൽ നിന്നിപ്പോ നമ്മൾ എവിടെ എത്തി, ഇന്ററാക്റ്റീവ് ഷെല്ല് പൈത്തൺ -q കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇന്ററാക്റ്റീവ് ഷെല്ലിലെത്തി. ദെൻ അവിടെ നമ്മൾ എന്ത് ചെയ്തു, MySQLിലേക്ക് ലോഗിൻ ചെയ്തു. ഇപ്പൊ നമ്മൾ എവിടെ നിൽക്കുന്നത്, ടാർഗറ്റിന്റെ MySQL സർവറിലാണ് നമ്മൾ നിൽക്കുന്നത്. സോറി, ഡാറ്റാബേസിന്റെ അകത്താണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. ഇപ്പൊ ഡാറ്റാബേസിന്റെ അകത്ത് നമ്മൾ കയറി, യൂസർ പാസ്വേഡ് അടിച്ചിട്ട് നമ്മൾ അകത്ത് കയറി. ഇനി എന്ത് അറിയണം, ഡാറ്റാബേസിന്റെ ഉള്ളിലുള്ള കണ്ടന്റുകൾ അറിയണം. അപ്പൊ ഇതിന് ആദ്യം ആരറിയണം, ഡാറ്റാബേസ് അറിയണം. ഷോ
database. Okay. Okay, show databases എന്ന് കൊടുക്കുക, സെമികോളൻ കൊടുക്കുക. അത് MySQLന്റെ ഒരു പ്രൊസീജിയർ ആണ്. എല്ലാ കമാൻഡിന് ശേഷം സെമികോളൻ കൊടുത്തിരിക്കണം. ഓക്കെ, ഷോ ഡാറ്റാബേസസ് എന്ന് കൊടുത്തു. അപ്പൊ അവിടെയുള്ള ഡാറ്റാബേസുകൾ കിട്ടി. അവിടെ എന്തുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിഫോൾട്ട് ഡാറ്റാബേസ്, ഇൻഫർമേഷൻ സ്കീം അവിടെ ഉണ്ട്. പിന്നെ വേറൊന്നും കൂടി ഉണ്ട്, ഡ്രൂബൽ DB. ഡാറ്റ ഉള്ളത് എവിടെയായിരിക്കും? ഡ്രൂബൽ DBയിലായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന ഡ്രൂബൽ DBയിലേക്ക് നമ്മൾ കയറണം. എങ്ങനെ ചെയ്യാം? സെലക്ട് ചെയ്യാം, യൂസ് ഡ്രൂബൽ DB. ഡ്രൂബൽ DB. ഓക്കെ, യൂസ് ഡ്രൂബൽ DB എന്ന് കൊടുത്താൽ നമ്മളിപ്പോൾ എവിടെത്തി? ആ ഒരു ഡാറ്റാബേസ് ആക്സസ് ചെയ്യും. അപ്പൊ നമ്മൾ SQLന്റെ ഉള്ളിലാണ്, ആ ഒരു ഡാറ്റാബേസിന്റെ ഉള്ളിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ആ ഡാറ്റാബേസിന്റെ ഉള്ളിലുള്ള ടാബിൾസുകൾ കാണണം. ഷോ ടാബിൾസ് കൊടുത്താൽ മതിയോ? സെമികോളനും കൂടി കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ആ ഒരു ഡാറ്റാബേസിന്റെ ഉള്ളിലുള്ള ടാബിളുകൾ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ അവരുടെ ഇത്രയും ടാബിൾസുകൾ അവിടെ ഉണ്ട്. ഓക്കെ, ഓരോ ടാബിളിനുള്ളിൽ എന്തുണ്ടാവും? ഒരുപാട് ഡാറ്റാസ് ഉണ്ടാവും. ഇതിന് നമുക്ക് എന്ത് വേണം? യൂസറിന്റെ ഇൻഫർമേഷൻ ആണ്. എന്താണ്? ലോഗിൻ ചെയ്യാൻ പറ്റുന്ന ഇൻഫർമേഷൻ വേണം, മെഷീൻ ഹാക്ക് ചെയ്യാനുള്ള ഇൻഫർമേഷൻ വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനുള്ളിലൊക്കെ യൂസേഴ്സിന്റെ ഡാറ്റ തന്നെയാണ്. ഇതിൽ യൂസർ എന്ന് പറയുന്നത് എന്തെങ്കിലും ഉണ്ടോ നോക്കാം. യെസ്, യൂസേഴ്സ് എന്ന് പറയുന്ന ഒരു ടാബ് ഉണ്ട്. കോമൺ സെൻസ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ യൂസർ ഇൻഫർമേഷൻ മൊത്തം നമുക്ക് പ്രിന്റ് സ്ക്രീനിൽ കാണിക്കണം. എന്താ കൊടുക്കുക? സെലക്ട് സ്റ്റാർ. ഈ കമാൻഡ് ഒക്കെ നമ്മൾ SQL ഇൻജക്ഷന്റെ സമയത്ത് പഠിച്ചതാണ്. സെലക്ട് സ്റ്റാർ ഫ്രം യൂസേഴ്സ്. അപ്പൊ എന്ത് ചെയ്യും? യൂസേഴ്സിന്റെ ഉള്ളിലുള്ള മൊത്തം കാര്യങ്ങൾ സ്ക്രീനിൽ ഇനി പ്രിന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അതിൽ യൂസേഴ്സിന്റെ മൊത്തം കാര്യങ്ങൾ ഉണ്ടാവും. യൂസേഴ്സിന്റെ ഒക്കെ മെയിൽ അഡ്രസ്സ്, കാരണം നമ്മൾ കംപ്ലീറ്റ് ഡാറ്റാബേസ് ആണ് നമ്മുടെ കയ്യിൽ നിൽക്കുന്നത്. യൂസർ നെയിം കണ്ടോ? അഡ്മിന്റെ പാസ്വേഡ് അടക്കം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, പാസ്വേഡുകളൊക്കെ സ്റ്റോർ ചെയ്യുക എങ്ങനെയായിരിക്കും? എൻക്രിപ്റ്റഡ് ആയിട്ടായിരിക്കും. ഓക്കെ, അപ്പൊ പിന്നീട് നമുക്ക് ഡീക്രിപ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കാണാൻ പറ്റുന്നുണ്ട്? അഡ്മിന്റെ പാസ്വേഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാം? അഡ്മിന്റെ പാസ്വേഡ് നമ്മൾ എടുത്തു വെക്കാം. ഓക്കെ, ഇത് നമുക്ക് ക്രാക്ക് ചെയ്യാനുണ്ട്. ഇത് നമ്മൾക്ക് എന്ത് ചെയ്യണം? ക്രാക്ക് ചെയ്യണം. സോ ഞാൻ എന്ത് ചെയ്യുന്നു? അഡ്മിന്റെ പാസ്വേഡ് ഞാൻ കോപ്പി ചെയ്തു. അത് നമ്മളിവിടെ കിട്ടുന്ന ഡാറ്റകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിവിടെ ആഡ് ചെയ്ത് പോകണം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിത് മുന്നേ പഠിച്ചിട്ടുണ്ട്, ഹാഷ് കാറ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ നോക്കണം. എന്ത് ചെയ്യാം? നാനോ ഹാഷ് 6. then ഹാഷ് കാറ്റ് --- ഷോ എന്തായിരുന്നു പേര് കൊടുത്ത്? #6. അത് ഏത് മെത്തേഡാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത്. ഇതാ അവർ പറഞ്ഞിരുന്നു ഇത് 79,000. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹാഷ് കാറ്റ് വെച്ച് ക്രാക്ക് ചെയ്യുന്നു. ഹാഷ് കാറ്റ് -7900 -A0. ദെൻ ഫയൽ നെയിം #6 ആണല്ലോ. #6 വേർഡ് ലിസ്റ്റ് കൊടുക്കണം. വേർഡ് ലിസ്റ്റ് എന്താണ്? യൂസർ ഷെയർ വേർഡ് ലിസ്റ്റ് roq.txt. ക്രാക്ക് ചെയ്യാൻ പറഞ്ഞു. ഹാഷ് കാറ്റ് ഇപ്പം അത് നമുക്കിനി ക്രാക്ക് ചെയ്ത് കൊണ്ടുവന്ന് തരും. അതെന്താണെന്നുള്ളതൊക്കെ ഹാഷ് കാറ്റ് ക്രാക്ക് ചെയ്ത് കൊണ്ടുവന്ന് തരും. എന്തായാലും യൂസർ നെയിം എന്താണ്? അഡ്മിൻ ആണ് എന്നുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ യൂസർ നെയിം അഡ്മിൻ ആണ്. പാസ്വേഡ് നമുക്ക് ഇനി കണ്ടുപിടിക്കണം. പാസ്വേഡ് നമ്മളുടെ ഹാഷ് കാറ്റ് ട്രൈ ചെയ്യുന്നുണ്ട്. വേർഡ് ലിസ്റ്റിൽ roq.txt എന്ന് പറയുന്ന വലിയൊരു ഡാറ്റാ സെറ്റ് വെച്ചിട്ട് നോക്കുന്നുണ്ട്, ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ഓക്കെ, നമ്മളിവിടെ പാസ്വേഡ് ക്രാക്ക് ചെയ്തു. ദെൻ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യണം? ഇവിടെ ലോഗിൻ ചെയ്യണം. അഡ്മിൻ, ദെൻ നമ്മൾ ക്രാക്ക് ചെയ്തിരിക്കുന്ന പാസ്വേഡ്, ദെൻ ലോഗിൻ ചെയ്തു. ഇപ്പം നമ്മളിവിടെ എത്തി കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്ന ഡ്രൂബലിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ലൊക്കേഷനിലെത്തി, അഡ്മിനിസ്ട്രേറ്റീവിന്റെ ഡാഷ്ബോർഡിലെത്തി. ദെൻ ഇനി എന്ത് ചെയ്യണം? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടന്റ് മാനേജ്മെന്റ് ആണ് ഒരു വെബ്സൈറ്റിനെ ക്രിയേറ്റ് ചെയ്യാനും അത് മാനേജ് ചെയ്യാനും വേണ്ടി പ്ലാറ്റ്ഫോമിലാണ് കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അത് എക്സാമ്പിളാണ് ഡ്രൂബൽ.
ദെൻ നമ്മളിവിടെ നാവിഗേറ്റ് ചെയ്ത് നോക്കുക. നമ്മൾ എക്സ്പ്ലോർ അതേ കാര്യം തന്നെ ഇവിടെ ഒന്ന് നാവിഗേഷൻ നടത്തി നോക്കുക എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഫൈൻഡ് കണ്ടന്റ് എന്തെങ്കിലും സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആയിരുന്നു ഇവിടെ. ഇവിടെ വരുന്ന സമയത്ത് തന്നെ നമുക്കിവിടെ ഫ്ലാഗ് 3 കാണിക്കുന്നുണ്ട്, നെക്സ്റ്റ് ഫ്ലാഗ് കാണിക്കുന്നുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഫ്ലാഗ് 3 എന്ന് ക്ലിക്ക് ചെയ്യാം. ദെൻ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്, ഇവിടെ അവർ പ്രത്യേകം പറയുന്നുണ്ട് സ്പെഷ്യൽ പെർമിഷൻസ്. സ്പെഷ്യൽ പെർമിഷൻ അതായത് SUID ബൈനറി ആണ്. SUID ബൈനറി നിങ്ങൾ കാണണം, അത് വെച്ചിട്ട് നിങ്ങൾക്ക് അടുത്ത ലെവലിലേക്ക് എത്താൻ പറയുന്നുണ്ട്. മനസ്സിലാക്കുക, നമ്മൾ എപ്പോഴും അവ എന്താ ചെയ്തിട്ടുള്ളത്, മെഷീനിലേക്ക് എക്സ്പ്ലോയിറ്റേഷൻ നടത്തി. അപ്പോൾ അവരുടെ ഒരു മെഷീനിലും അത് എക്സ്പ്ലോയിറ്റേഷൻ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ, പോസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ അല്ല. നമ്മളിപ്പോഴും ആരാണ്, നോർമൽ യൂസറാണ്. ഓക്കെ, അതേപോലെ വെബ്സൈറ്റിലേക്ക് നമ്മൾ കയറി അവരുടെ അഡ്മിനിസ്ട്രേറ്ററിന്റെ മെഷീൻ വെബ്സൈറ്റ് ഡാഷ്ബോർഡ് നമ്മൾ ഹാക്ക് ചെയ്തുവെങ്കിലും അവരുടെ വെബ് സെർവർ ആണ് ഹാക്ക് ചെയ്തത്. അപ്പൊ അതുവഴി നമുക്ക് ഇവരുടെ വെബ്സൈറ്റ് കൺട്രോൾ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ആഡ് കണ്ടന്റ് എന്നൊക്കെ പറഞ്ഞ് വെബ്സൈറ്റിൽ പുതിയ കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാം, വെബ്സൈറ്റിനെ നമുക്ക് കൺട്രോൾ ചെയ്യാം. അവരുടെ വെബ് സെർവർ ആണ് ഹാക്ക് ചെയ്തത്, അതല്ല അവരുടെ മെഷീൻ അല്ല. ഓക്കെ, പക്ഷെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടുന്ന് ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ട്, അങ്ങനെ നമുക്ക് ഹാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ക്ലൂ ഇവിടെ ഉണ്ട്. ക്ലൂ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇനി മെഷീൻ ഹാക്കിംഗ് ചെയ്യും. അപ്പൊ അതിന് നമ്മൾ SUID ബൈനറി കമാൻഡ് നമ്മൾ SUID ബൈനറീസ് കാണാനുള്ള കമാൻഡ് എന്താണ്, ഫൈൻഡ് സ്ലാഷ് -PRM -u ഈക്വൽ ടു യെസ്. ഡിഫറെന്റ് കമാൻഡുകൾ ഉണ്ട്, നിങ്ങൾ SUID ബൈനറി ഫൈൻഡിങ് കമാൻഡ്സ് ഒന്ന് കൊടുത്താൽ മതി. then -type. ഈ കമാൻഡ് നിങ്ങൾ എപ്പോഴും കാണാപാഠം പഠിച്ചിരിക്കേണ്ട ഒരു കമാൻഡാണ്, കാരണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് SUID ബൈനറീസ് കാണേണ്ടി വരും. ഈ കാണുന്ന ഫയലുകളൊക്കെ എന്താണ്, SUID ബൈനറി ഫയലുകളാണ്. പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ പെർമിഷൻ ഫയലുകളാണ് ഈ കാണുന്നതൊക്കെ. ഓക്കെ, ഇനി ഈ ഫയലുകൾ ഏതെങ്കിലും ഒന്ന് നമുക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, കാണുന്ന ഫയൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന പോലെ ഈ മെഷീനിലേക്ക് SUID ബൈനറി എന്ന് പറഞ്ഞാൽ എന്താണ്, അഡ്മിനിസ്ട്രേറ്ററിന് മാത്രം പെർമിഷൻ ഉള്ള ഫയലാണ്, സ്പെഷ്യൽ പെർമിഷൻ ഉള്ള ഫയലാണ് ഈ SUID ബൈനറീസ് എന്ന് പറയുന്നത്. സ്പെഷ്യൽ പെർമിഷൻ ആണ്. നമ്മൾ നോർമലി പഠിച്ചിരിക്കുന്ന റീഡ്, റൈറ്റ്, എക്സിക്യൂട്ട്. സ്പെഷ്യൽ പെർമിഷൻ ആണത് യെസ് വരുന്നത്. ഓക്കെ, SUID ബൈനറീസ് എന്ന് പറഞ്ഞാൽ ഫയലുകളൊക്കെ ഞാൻ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ ഞാൻ എക്സാമ്പിൾ എടുക്കുവാണ്, ഞാൻ ഫൈൻഡ് എടുക്കുവാണ്, Ctrl+C അടിച്ചു, -l. ഓക്കെ, അവിടെ സ്പെഷ്യൽ പെർമിഷൻ നമ്മൾ റീഡും റൈറ്റും എക്സിക്യൂട്ടും അല്ലാതെ അവിടെ ഒരു കോഡിങ് കാണുന്നുണ്ട്. അങ്ങനെ കാണുന്നതാണ് സ്പെഷ്യൽ പെർമിഷൻസ് SUID ബൈനറീസ് പറയുന്നത്. അപ്പൊ ഈ ഫയലില് SUID ബൈനറീസ് ആണ് ഇതൊക്കെ. ഇത് ആർക്ക് ഫയലാണ്, അഡ്മിനിസ്ട്രേറ്ററിന് മാത്രം റൺ ചെയ്യേണ്ട ഫയലുകളാണ് ഈ ഫയലുകളൊക്കെ. ഈ ഫയൽ നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആരായിട്ട് കണക്കാക്കും, അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട്, റൂട്ട് ആയിട്ട് കണക്കാക്കും. ഓക്കെ, അപ്പൊ ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഞാൻ അന്ന് പറഞ്ഞു ആണ് GT Forbins എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് പോവാം. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് GT Forbins. GT Forbins എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിൽ പോവാം. ദെൻ Ctrl+F എന്താണ്, ഫൈൻഡ്. ഞാൻ Ctrl+F എന്ന് പറയുന്നത് സെർച്ച് സെർച്ച് ചെയ്ത് നോക്കണം, ഫൈൻഡ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ. ഫൈൻഡ് ഉണ്ട്, അതിന്റെ ഷെൽ എടുക്കുക, ഷെൽ കോഡ് എടുക്കുക. അപ്പൊ നമുക്ക് ഇവിടെ അവരുടെ ഒരു ഷെൽ കോഡ് കാണിച്ചു തരുന്നുണ്ട്, ഒരു കോഡ് കാണിച്ചു തരുന്നുണ്ട്. ഈ കോഡ് നമ്മൾ റൺ ചെയ്തു, കാരണം കോഡ് എന്താണ് ഇത് കാണിക്കുന്ന, ഇതാണ്. എന്ത് ചെയ്യണം, ഈ കോഡ് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഫയൽ നമുക്ക് റൺ ചെയ്യണം. ഈ ഫയൽ ഇതൊരു SUID ബൈനറി ആണല്ലോ, ഈ SUID ബൈനറി നമ്മൾ ഫയൽ നമ്മൾ എന്താവും, റൂട്ട് ആവും. അപ്പൊ അത് റൺ ചെയ്യാനുള്ള കമാൻഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് GT പോയിട്ട് നോക്കിയത്. അപ്പൊ GT Forbins ഫൈൻഡ് ഉണ്ടായിരുന്നു. ദെൻ അവർ പറഞ്ഞു തന്നു ആ കമാൻഡ് റൺ ചെയ്യാനുള്ള കുറച്ച് കമാൻഡ്സുകൾ നമുക്ക് എക്സാമ്പിൾസ് നമുക്ക് ഇവിടെ തരുന്നുണ്ട്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാം, ഈ കമാൻഡ് റൺ ചെയ്യാം, ഫൈൻഡ് exit /bin/sh. SH മാറ്റിയിട്ട് നമുക്ക് ബാഷ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ററാക്റ്റീവ് ഷെൽ കിട്ടും. അപ്പോൾ ഞാൻ ഈ കമാൻഡ് കോപ്പി ചെയ്തു, ദെൻ ഞാനത് ഇവിടെ കൊടുത്തു. ഞാൻ പറഞ്ഞല്ലോ, ഞാനവിടെ /bin/sh ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇന്ററാക്റ്റീവ് അല്ലാത്ത ഷെല്ലായിരിക്കും, ബ്ലാങ്ക് സ്ക്രീൻ ആയിരിക്കും.
അവിടെ ഞാൻ SH മാറ്റി ബാഷ് ആക്കിയാൽ ഇന്ററാക്റ്റീവ് ഷെല്ല് കിട്ടും. ഞാൻ ഇനി എൻ്റർ അടിക്കുകയാണ്. ഓക്കെ, എൻ്റർ അടിച്ചു. ഇപ്പൊ നോക്കേ, ഇന്ററാക്റ്റീവ് അല്ലാത്ത ഷെല്ലല്ലേ കിട്ടുന്നത്. ഇനി ഞാൻ ബുവാമായി കൊടുക്കുന്ന സമയത്ത് ബുവാമായി ഇവിടെ വർക്കാവുന്നു. അത്ര എൻ്റർ അടിക്കേണ്ടില്ലായിരുന്നു. ഓക്കെ, ബുവാമായി രണ്ട് ബുവാമായി ആയില്ലേ, ബുവാമായി. യെസ്, ഇപ്പൊ ഞാൻ ആരായി? റൂട്ടായി, അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് മാറിയിട്ടുണ്ട്. ഞാൻ ഇപ്പൊ നിൽക്കുന്ന ഏതാണ്? ഡോട്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാനിവിടെ കൊടുത്തത് /bin/sh ആയതുകൊണ്ടാണ് എനിക്ക് ഇന്ററാക്റ്റീവ് അല്ലാത്തൊരു ഷെല്ല് കിട്ടിയത്. കാരണം ഇന്ററാക്റ്റീവ് ഷെല്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെല്ലാം കാണുന്നല്ലോ. കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഓക്കെ, ഇപ്പൊ എനിക്ക് കിട്ടിയത് എന്താണ്? ഇന്ററാക്റ്റീവ് ഷെല്ല് കിട്ടിയില്ലേ. ഇപ്പൊ ഞാൻ ആരായി? അഡ്മിനിസ്ട്രേറ്റർ ആയി. ഞാൻ എങ്ങനെ അഡ്മിനിസ്ട്രേറ്റർ ആയത്? SUID ബൈനറി വെച്ചിട്ട് ഞാൻ എക്സ്പ്ലോയിറ്റേഷൻ നടത്തി. ഓക്കെ, ഇപ്പോഴും അവർ കാണിക്കുന്നുണ്ട് ഞാൻ ഇപ്പോഴത്തെ www ഡാറ്റയിലേക്ക് എത്തി എന്ന് പറയുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യാം? നേരത്തെ ഞാൻ ആ കോപ്പി ചെയ്ത കമാൻഡ് എടുക്കുക, ഇവിടെ എന്താക്കി കൊടുക്കുക? /bin/bash എന്നാക്കി കൊടുക്കുക. ഓക്കെ, ഞാൻ ആ കോപ്പി ചെയ്ത കമാൻഡ്സ് എന്തായിരുന്നു? ഇത്ര ഭാഗം കൂടി സ്പേസ് ഉണ്ടായിരുന്നു അല്ലേ. റൂട്ടാവുന്നുണ്ട്. then നമുക്ക് cd/root ഡയറക്ടറിയിലേക്ക് പോവാം. ഫൈനൽ ഫ്ലാഗ് ഉണ്ടാവും, cat flag ഓക്കെ, നമ്മളങ്ങനെ ഫൈനൽ ഫ്ലാഗ് കംപ്ലീറ്റ് ചെയ്ത് എങ്ങനെയാണ് SUID ബൈനറി എക്സ്പ്ലോയിറ്റേഷൻ നടത്തുന്നത്. SUID ബൈനറി എക്സ്പ്ലോയിറ്റേഷൻ നടത്താൻ നമുക്ക് കോഡ് എവിടെ നിന്ന് കിട്ടി? GT4 സൈറ്റിൽ നിന്ന് കിട്ടി. SUID ബൈനറീസ് നമ്മൾ എങ്ങനെ കണ്ടത്? ഫൈൻഡ് വെച്ചിട്ട് കമാൻഡ് ഓർത്ത് വെക്കണം. SUID ബൈനറീസ് നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള SUID ബൈനറീസ് ഫയൽ കാണാൻ വേണ്ടിയിട്ടാണ് കമാൻഡ്. ഇത് റൺ ചെയ്യുമ്പോൾ നമുക്ക് SUID ബൈനറീസ് കിട്ടും. ഈ ഫയൽ റൺ ചെയ്ത് കഴിഞ്ഞാൽ ആരാവും? റൂട്ട് ആവും. ഈ ഫയലുകൾ റൺ ചെയ്യാനുള്ള കമാൻഡുകളാണ് നമ്മൾ എവിടെ പോയിട്ട് നോക്കിയേ എങ്ങനെ സെർച്ച് ചെയ്തത്? ഞാൻ ഇവിടുന്ന് ഫൈൻഡ് ആണ് എടുത്തത്. കാണുന്ന ബാക്കിയൊന്നും എടുക്കണ്ട, നേരെ എല്ലാം ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ഇതെല്ലാം ചെക്ക് ചെയ്ത് നോക്കുക. പല വഴിക്കും ഈ ഫൈൻഡ് വഴി മാത്രമല്ല, നമുക്ക് വേറൊരു മെത്തേഡും വഴിയും എക്സ്പ്ലോയിറ്റേഷൻ നടക്കും. നിങ്ങൾ ചെയ്ത് നോക്കുക. ഫൈൻഡ് എന്നെടുക്കുക. അപ്പോൾ ഫൈൻഡ് ഞാൻ എന്ത് ചെയ്തു? GT4 പറയുന്ന സൈറ്റിൽ വന്നിട്ട് ഫൈൻഡ് സെർച്ച് ചെയ്തു, ഫൈൻഡ് എടുത്തു. ദെൻ ഫൈൻഡിൽ ഞാൻ എന്ത് ചെയ്തു? പ്രിവിലേജ്ഡ് മാക്സിമം നമ്മൾ ഇതൊക്കെ ചെയ്ത് നോക്കും. റിയൽ ടൈമിലേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഫൈൻഡ് ഈ ഒരു കമാൻഡ് കോപ്പി ചെയ്തു, എക്സിക്യൂട്ട് ചെയ്തപ്പോൾ ഞാൻ എന്തായി? ഫൈൻഡ് എന്ന് പറയുന്ന ഫയൽ റൺ ചെയ്തു. അതുവഴി ഞാൻ ആക്സസിലേക്ക് കയറി. ഓക്കെ, അങ്ങനെ നമ്മൾ നമ്മുടെ എക്സ്പ്ലോയിറ്റേഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇതുവഴി നമ്മൾ മനസ്സിലാക്കുന്നത് റൂബൽ എന്ന് പറയുന്ന ഫ്രെയിം വർക്കിനെ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്തു. ഓക്കെ, റൂബൽ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തു.